റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മുമ്പിലുള്ള ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? പ്രൈസ് ടാഗ് കളഞ്ഞ് റിട്ടേൺ എടുക്കാൻ പറ്റില്ല. ഞാൻ പറിച്ചു കളഞ്ഞതല്ല, അത് തന്നെ പറഞ്ഞു പോയതാ. ദേ നോക്ക്, മടക്ക് പോലും മാറിയിട്ടില്ല. മാഡം പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. പ്രൈസ് ടാഗ് നിങ്ങൾ എടുത്തതാണെങ്കിലും തന്നെ വീണതാണെങ്കിലും ഡ്രസ്സ് നിങ്ങളുടെ അടുത്തല്ലേ ഉണ്ടായിരുന്നത്. നിങ്ങൾ തന്നെ പ്രൈസ് ടാഗ് വീഴാതെ ഇട്ട് നോക്കി ഓക്കെ ആയതിനു ശേഷം പ്രൈസ് ടാഗ് എടുക്കണമായിരുന്നു. നമ്മുടെ ആൾക്ക് എന്തൊരു അറിവാ. പ്രൈസ് ടാഗ് എടുത്തിട്ട് ഡ്രസ്സ് മാറ്റി തരാൻ പറഞ്ഞാ എങ്ങനെയാ മാഡം പറ്റുന്നത്? സന്തോഷ് മാധവ, ഇവളെന്തിനാ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വന്നേ? അത് മാഡം ഒന്ന് സമാധാനിക്ക്, നമുക്ക് ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണ്ടേ? ഞങ്ങള് നിങ്ങളെ പോലെ മനുഷ്യര് തന്നെയല്ലേ മാഡം. ഞങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. രാവിലെ തുടങ്ങി നിൽക്കുന്ന ഞങ്ങള് രാത്രി കടയടയ്ക്കുന്നത് വരെ നിന്നുകൊണ്ട് തന്നെയാ ജോലി ചെയ്യുന്നത്. വരുന്ന ഓരോ കസ്റ്റമറും ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് തന്നെയാ. ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. കസ്റ്റമറോട് സ്നേഹത്തോടെ ബിഹേവ് ചെയ്ത് അവരോട് ഫ്രണ്ട്ലി ആയിട്ടിരിക്കണോന്നാ ഓണർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഇടയില് റൂൾസ് ഒക്കെ തെറ്റിച്ചാ എന്ത് ചെയ്യാൻ പറ്റും മാഡം? ഇങ്ങനെ 4 സാരി മേടിച്ചോണ്ട് പോയി പ്രൈസ് ടാഗ് എടുത്തിട്ട് ചുളിച്ചു കൊണ്ടുവന്ന് തന്നാ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഡം? അതിൽ ഓരോ സാരിയും 5000 രൂപയാ. നിങ്ങളെ കുറ്റം പറയുന്നതായിട്ട് വിചാരിക്കരുത്. ഒരു സാധാരണ വ്യക്തിയായിട്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഇത്ര മാന്യമായിട്ട് സംസാരിക്കുന്നത്, നിങ്ങളുടെ സംസാരത്തില് എന്റെ ഭാഗത്തെ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ലേഡി ഉണ്ടല്ലോ, ശരിക്കൊരു വായാടി. എന്ത്? നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ സാരി ഞാൻ കൊണ്ടുപോവാ. വാ പോവാ. വെരി ഗുഡ് വിജയ്. കസ്റ്റമർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. ഇങ്ങനെ വേണം ചെയ്യാൻ. എന്താ ലാവണ്യ, എന്താ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? എന്തിനാ കസ്റ്റമേഴ്സിനോട് റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നേ? ഞാൻ തെറ്റ് ചെയ്തില്ല, കസ്റ്റമറുടെ ഭാഗത്തെ തെറ്റ്. തെറ്റ് അവരുടെ കയ്യിൽ തന്നെ ആയിക്കോട്ടെ. അതിനിങ്ങനെ മര്യാദ ഇല്ലാതാണ് കസ്റ്റമറോട് സംസാരിക്കുന്നേ. 4 കസ്റ്റമേഴ്സ് വന്നു പോയാലല്ലേ ഇവിടുത്തെ ബിസിനസ് ഒക്കെ മെച്ചപ്പെടൂ. വിജി ചെയ്തത് കണ്ടില്ലേ? എത്ര മാന്യമായിട്ടാണ് അവരോട് സംസാരിച്ചത്. നിങ്ങളൊക്കെ അത് കണ്ട് പഠിക്കാൻ നോക്ക്. അയ്യോ, ഇവർ രണ്ടുപേരും ആരാ എന്താന്നറിയാതെ എരിയുന്ന വിളക്കിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കാണല്ലോ. എന്റെ പൊന്ന് മുതലാളി. ആ ശരി, എല്ലാരും പോയി ജോലി നോക്കി. സാർ, ഞാനെന്താ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ. നീ ഒന്നും പറയാൻ നിൽക്കണ്ട, പോയി നിന്റെ ജോലി നോക്ക്. അതെ, ആയിക്കോട്ടെ. പോ. ബിജി ഈ വഴിയാണോ പോയത്? എന്താ ലാവണ്യ, നിന്റെ ഭർത്താവിന്റെ അനിയത്തി വന്ന് 2 ദിവസം ആയില്ല, അപ്പോഴത്തേക്ക് നിനക്കിട്ട് പണിതല്ലോ. എടി, വെറുതെ മനുഷ്യനെ പിരിയേറ്റല്ലേ. ഞാന് ടെൻഷനിൽ നിക്ക. ശരി വിട്ടേക്ക്, ടെൻഷൻ ആവണ്ട. ടെൻഷൻ ആകാതിരിക്കോ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇത്രയും വർഷമായിട്ട് ഓണറിന്റെ കയ്യിന്ന് ഒരു നല്ല കമന്റ് കിട്ടാൻ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു. എന്നാ അവള് വന്ന ഉടനെ നല്ല പേര് കിട്ടിയെന്ന് മാത്രമല്ല, അവളെ കണ്ട് പഠിക്കണമെന്നാ ഓണർ എന്നോട് പറഞ്ഞേ. ഇതിങ്ങനെ വെറുതെ വിട്ടാലുണ്ടല്ലോ, നാളെ അവള് നമ്മളെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കാനും മടിക്കില്ല. അവൾ ഇനി ഒരിക്കലും ഈ കടയിൽ ജോലി ചെയ്യരുത്. അവൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണം. അല്ല, നീ എന്താ എന്നൊരു വില്ലത്തിയാക്കി കാണുന്നേ? അങ്ങനെ പറയല്ലേ. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന് ഈ കടയിൽ ജോലി ചെയ്തിട്ടാ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നേ. ഇവിടെ നല്ല പേരുള്ള വിജയെ ജോലിന്ന് പറഞ്ഞയക്കാൻ പ്ലാൻ ചെയ്യുന്ന കാര്യം ഓണർ എങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കും അങ്ങേര്. എടി, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. നിന്റെ ജോലിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിനക്ക് കാശിന് ആവശ്യമുള്ളതല്ലേ, അത് നിനക്ക് ഞാൻ തരാം. വിജയെ എങ്ങനെയെങ്കിലും ഇവിടുത്തെ ജോലിയിൽ നിന്ന് പുറത്താക്ക്. അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യ, അത് മാത്രം മതി. ഇത്രയും പ്രശ്നമാക്കുന്ന എന്തിനാ ലാവണ്യ? അവളെ കാണുമ്പോ തന്നെ എനിക്കങ്ങോട്ട് പെരുത്ത് കേറുക. ഈ കടയിൽ ഒന്നില്ലെങ്കിൽ അവൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ഞാനുണ്ടാവണം. ശരി ശരി, എന്ത് ചെയ്യണമെന്ന് പറ, ഞാൻ ചെയ്തോളാം. ശരി, ഈ പ്രശ്നമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം.
കസ്റ്റമർ വരുന്ന സമയമായി. നീ പോയി ജോലി ചെയ്യും.